നമസ്കാരം. കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ ഭരണം കേരളത്തോട് ചെയ്ത ദ്രോഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തത് കിഫ്ബി എന്ന കൊള്ളസങ്കേതത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. കിഫ്ബി എന്ന കൊള്ളസങ്കേതമായിരുന്നു വാസ്തവത്തിൽ പിണറായി നേരിട്ട് ഖജനാവ് കൊള്ളയടിക്കാൻ ഉണ്ടാക്കിയ സമ്പ്രദായം. കിഫ്ബിയുടെ നിഴലായി പിണറായി വിജയന് പ്രത്യേക താല്പര്യമുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയും പ്രവർത്തിച്ചു. പിണറായി വിജയനും കിഫ്ബിയും ഊരാളുങ്കൽ സൊസൈറ്റിയും ഒരു കൊള്ളസങ്കേതത്തിൻ്റെ 3 അടിത്തൂണുകളായി പ്രവർത്തിച്ചു. ധവളപത്രം തയ്യാറാക്കിയ വിദഗ്ധ സംഘം കിഫ്ബിയിൽ നിന്നും വിശദാംശങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും വേണ്ടത്ര സഹകരണമുണ്ടായില്ല. ഈ ആപത്ത് തിരിച്ചറിഞ്ഞ് ഈ ഭരണം എത്തുന്നതിന് മുൻപ് തന്നെ ഈ കൊള്ളസംഘത്തിന് തലവനായിരുന്ന ഡോക്ടർ KM എബ്രാഹിം കിഫ്ബി CEO പദവി രാജിവെച്ചുപോയി. കിഫ്ബിയുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചപ്പോൾ വേണ്ടത്ര വിവരങ്ങൾ കിഫ്ബിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ നൽകുന്നില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഞെട്ടിക്കുന്ന കൊള്ളയാണ് കിഫ്ബിയുടെ മറവിൽ നടന്നത്. ചിരകാലം പിണറായി ഭരിക്കും എന്ന മിഥ്യാബോധത്തിൽ ബജറ്റ് നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളപൂശിയ ഒരു അഴിമതി ഭൂതമായിരുന്നു കിഫ്ബി. അതുകൊണ്ട് തന്നെ ധവളപത്രത്തിൽ കിഫ്ബിയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകളില്ല. ധവളപത്രം പൂർണ്ണമായും ആശ്രയിച്ചത് ലഭ്യമായിരിക്കുന്ന സർക്കാർ രേഖകളെയാണ്. എന്നാൽ കിഫ്ബിയുടെ രേഖകൾ ശേഖരിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. കിഫ്ബി CEO രാജിവെച്ചതിനെ തുടർന്ന് മറ്റുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് കിഫ്ബിയെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ് ധവളപത്രത്തിൽ സൂചിപ്പിച്ചു പോയത്. കിഫ്ബിയെ ഒരു സമാന്തര പ്രസ്ഥാനമായി വാഴാൻ അനുവദിക്കരുതെന്നും കയറൂരി വിട്ടതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും തളയ്ക്കണമെന്നുമൊക്കെ ധവളപത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിന് വിശദാംശങ്ങളിലേക്ക് പോയില്ല. സർക്കാർ സാധാരണ പലിശ എടുക്കുന്നതിൽ 1.5% കൂടുതൽ പലിശയ്ക്ക് കിഫ്ബി പണമെടുത്തു എന്നത് തന്നെയാണ് കിഫ്ബിയുടെ ഏറ്റവും വലിയ ന്യൂനതയായി ചൂണ്ടിക്കാട്ടുന്നത്. ഏതാണ്ട് 42,000 കോടിയോളം രൂപയാണ് കിഫ്ബി ഇക്കാലയളവിൽ കടമെടുത്തത്. അതിനധികമായി ഏതാണ്ട് 500 കോടിയിലധികം രൂപ ചെലവഴിക്കേണ്ടി വന്നത് തന്നെ വിജിലൻസ് അന്വേഷണം നടത്തേണ്ട അഴിമതിയാണ് എന്ന് ധവളപത്രത്തിൽ സൂചനയുണ്ട്. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് പണം ചെലവഴിക്കുന്നതടക്കമുള്ള അധികാരങ്ങൾ നൽകാൻ വേണ്ടി കിഫ്ബി CEOയ്ക്ക് എക്സ് ഒഫീഷ്യോ സെക്രട്ടറി പദവി കൊടുത്തതുപോലും അഴിമതിയുടെ തെളിവായി മാറും. സർക്കാർ ഖജനാവിലേക്ക് നേരിട്ടെത്തേണ്ട വരുമാനമായ വാഹന സെസ്സും ഇന്ധന സെസ്സും കിഫ്ബിയിലേക്ക് എസ്ക്രോ അക്കൗണ്ട് വഴി തിരിച്ചുവിട്ടത് അഴിമതിയുടെ അടുത്ത രേഖയായി മാറുന്നു. 42,053.2 കോടി രൂപയാണ് കിഫ്ബി ഇതിനോടകം കടമെടുത്തിരിക്കുന്നത്. ഇതിൽ 10,000 കോടി മാത്രമാണ് തിരിച്ചടച്ചിരിക്കുന്നത്. ബാക്കി 32,000 കോടിയും അതിൻ്റെ പലിശയും തിരിച്ചടയ്ക്കാൻ കിടക്കുന്നു. അതല്ല വിചിത്രമായ സംഗതി, ഓരോ വർഷവും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷവും 2 ലക്ഷവും കോടിയുടെ പദ്ധതികൾ ധനകാര്യമന്ത്രിമാർ പ്രഖ്യാപിച്ചിരുന്നത് തട്ടിപ്പാണെന്നും ഇതുവരെ 42,000 കോടി മാത്രമാണ് വായ്പയെടുത്തത് എന്നും വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ കിഫ്ബിയിൽ ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണം. എന്ന് വെച്ചാൽ നശിപ്പിക്കപ്പെട്ട രേഖകൾ പോലും തിരിച്ചെടുക്കുന്ന തരത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. ധവളപത്രത്തിലെ കണക്കനുസരിച്ച് കിഫ്ബിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ VD സതീശൻ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അഴിമതി നിരോധന നിയമപ്രകാരം CBI FIR ഇട്ട് കേസ് അന്വേഷിക്കുന്ന ഒരു പ്രതിയെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കിഫ്ബി CEO ആയി പിണറായി വിജയൻ കൊണ്ടു നടന്നത്. കിഫ്ബി CEO പദവിയിൽ എത്തുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് 8 കോടിയോളം രൂപ അനധികൃതമായി സമ്പാദിച്ചു, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തൻ്റെ സ്വത്തുക്കൾ വെളിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പരയ്ക്കൽ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടതനുസരിച്ചാണ് CBI കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം കൊള്ളസങ്കേതത്തിൻ്റെ കാവൽക്കാരനായി KM എബ്രാഹിം എന്ന കള്ളനാണയത്തിന് പ്രവർത്തിക്കുക എളുപ്പമായിരുന്നില്ല. പക്ഷെ കൊള്ള നടത്തുക എന്ന ലക്ഷ്യത്തോടെ കിഫ്ബിയെ മുമ്പോട്ട് കൊണ്ടുപോയി പിണറായി KM എബ്രാഹിമിനെ തന്നെ ഇരട്ടി ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തി. പെൻഷന് പുറമെ ഏതാണ്ട് 4 കോടിയോളം രൂപയാണ് KM എബ്രാഹിം ശമ്പളമായി കൈപ്പറ്റിയത്. പെൻഷനും ശമ്പളവും ഒരുമിച്ച് കൈപ്പറ്റാൻ കഴിയാത്തതുകൊണ്ട് പേര് മാറ്റി ഓണറേറിയം എന്ന് വിളിച്ചെന്ന് മാത്രം. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 5 തവണയാണ് KM എബ്രാഹിമിനെ ശമ്പള വർധനവ് നടപ്പിലാക്കിയതെന്ന് ഓർക്കണം. അഴിമതി, ക്രമക്കേടുകൾ, ഫണ്ട് വകമാറ്റൽ, ബന്ധു നിയമനം, ധൂർത്ത് ഇവയിലെല്ലാം കിഫ്ബി റെക്കോർഡിട്ടത് കൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് അന്വേഷണം നടത്തേണ്ടി വരും. കിഫ്ബിയെ ഇത്തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും കിഫ്ബിയെ പൂർണ്ണമായും ധനവകുപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് ബജറ്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണങ്ങളുടെയും അതിർത്തിയിലേക്ക് കൊണ്ടുവരണമെന്നും ധവളപത്രം ശുപാർശ ചെയ്തു.
അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് വി ഡി സതീശൻ ആരംഭിച്ചിരിക്കുന്നത്. ബജറ്റിന് പുറത്തുള്ള ഒരു അധികാര കേന്ദ്രമായി മാറിയത് കൊണ്ട് തന്നെ കിഫ്ബിക്ക് സ്വതന്ത്രമായി ധനം സമ്പാദിക്കാനും അത് വിനിയോഗിക്കാനും അവകാശം കിട്ടി. ബജറ്റിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ട കെട്ടിട നിർമ്മാണം അടക്കമുള്ളവ ബജറ്റിന് പുറത്തുള്ള ഈ പദ്ധതിയിലൂടെ ചെലവാക്കി. വിദ്യാർത്ഥികളില്ലാത്ത സ്കൂളുകൾക്ക് പോലും കെട്ടിടം പണിതു കൊടുത്തത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണമുണ്ടാക്കാനായിരുന്നു. വാർഷിക പദ്ധതിയിലോ ബജറ്റിലോ ഉൾപ്പെടുത്താത്ത കിഫ്ബി പദ്ധതിയുടെ ചെലവുകൾ വാർഷിക ചെലവിൽ ഉൾപ്പെടുത്തി തട്ടിപ്പ് നടത്തി. 1.5 ലക്ഷം രൂപയിലധികം ശമ്പളം കൈപ്പറ്റുന്ന 45 പേരെയാണ് കിഫ്ബിയിലേക്ക് എടുത്തത്. കിഫ്ബി പ്രോജക്ട് ഓഫീസറുടെ ശമ്പളം ചീഫ് സെക്രട്ടറിയുടെ ശമ്പളത്തിന്റെ ഇരട്ടിയായിരുന്നു, ഏതാണ്ട് 5 ലക്ഷത്തിലധികം രൂപ. 3 പേരുടെ ശമ്പളം 3,80,000 രൂപയായിരുന്നു. ഇവിടേക്കുള്ള നിയമനങ്ങളെല്ലാം പിൻവാതിൽ നിയമനമായിരുന്നു. പാർട്ടി നേതാക്കൾ പറയുന്ന പാർട്ടി ബന്ധുക്കളെയാണ് ഉന്നത പദവിയിൽ എത്തിച്ചത്. വളരെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 15-ാം തീയതി ധൃതി പിടിച്ച് കിഫ്ബി ഇപ്പോഴുള്ള വാടക കെട്ടിടം കോടികൾ മുടക്കി വാങ്ങാനുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചു. ടെൻഡർ വിളിക്കാതെയായിരുന്നു ധൃതി പിടിച്ചുള്ള ഈ നീക്കം. ആ കെട്ടിടവും ഭൂമിയും കിഫ്ബിയുടെ പേരിൽ സ്വന്തമാക്കാൻ നടത്തിയ നീക്കവും അഴിമതിയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ തീരുമാനം റദ്ദ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴത്തെ നീക്കം. വിപണിയിൽ ലഭ്യമായതിനേക്കാൾ 1-1.5% പലിശ കൂടുതൽ മുടക്കിയാണ് കിഫ്ബി വായ്പയെടുത്തത്. അമിത പലിശയ്ക്ക് പണമെടുക്കാൻ വേണ്ടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കിയതിന് ചെലവ് മാത്രം 18 കോടിയായി. എടുത്ത പല വായ്പകളും പലിശയോടെ തിരിച്ചടച്ചത് ഉപയോഗിക്കാതെയാണ്. കോടിക്കണക്കിന് രൂപയാണ് കൺസൾട്ടൻസിക്ക് വേണ്ടി കിഫ്ബി ചെലവഴിച്ചത്. പിണറായിക്ക് താല്പര്യമുള്ള ചില വകുപ്പുകൾക്ക്, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കൂടുതൽ തുക അനുവദിച്ചു. LDF നേതാക്കൾ ശുപാർശ ചെയ്തവരെ മാത്രം കിഫ്ബി നിയമനങ്ങളിൽ പരിഗണിച്ചു. ജീവനക്കാർക്കെല്ലാം വാരിക്കോരി ശമ്പളം കൊടുത്തു. ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തു. കിഫ്ബിയുടെ ചെലവിൽ CPM നേതാക്കളും മന്ത്രിമാരുമൊക്കെ വിദേശയാത്ര നടത്തി. പ്രവാസി ചിട്ടി എന്ന പേരിൽ കുട്ടിഘോഷിച്ച് നടന്നത് നഷ്ടക്കച്ചവടത്തിന്റെ തട്ടിപ്പായിരുന്നു. PRDയും സർക്കാരും കൊടുക്കുന്നതിന് പുറമെ കിഫ്ബിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാധ്യമങ്ങൾക്ക് പരസ്യത്തിനും പ്രൊമോഷനും കൊടുത്ത് എല്ലാ തട്ടിപ്പുകളും മറച്ചുവെക്കാൻ ശ്രമിച്ചു. ഇത്തരത്തിൽ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ഏറെ ചെയ്തതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ കൊള്ളക്കാരെയും ജയിലിൽ അടയ്ക്കാൻ തന്നെയാണ് വി ഡി സതീശൻ നീക്കം. അതിനുള്ള പ്രാഥമിക നടപടിയായ ഫോറൻസിക് ഓഡിറ്റിംഗ് ഉടൻ തന്നെ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും വിജിലൻസ് കേസും ഉദ്യോഗസ്ഥ വൃന്ദത്തെ ജയിലിൽ അടയ്ക്കാനുള്ള നടപടിക്രമങ്ങളും.